സുഹൃത്തുക്കളെ, ഇത് കാട്ടുചെടിയല്ല. ഇതെവിടെ കണ്ടാലും കളയരുത്. അപ്പോൾ പറിച്ചെടുത്തേക്കണം. ഇതെന്തോരം വേണമെങ്കിലും തട്ടിക്കോ, ഒരു കുഴപ്പമില്ല. അത്രയും നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. നിങ്ങൾക്കറിയാം, ഇത് ആനച്ചൊറിയണമാണ്. തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടും, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് ഉള്ളിൽ ചെന്നാൽ അതുപോലെ തന്നെ ഒരുപാട് ഗുണമാണ്. ഇപ്പോൾ വണ്ണം കുറയ്ക്കാനോ ഏറ്റവും നല്ലതാണ്. ഇത് തിളപ്പിച്ച് ആ വെള്ളത്തിൽ അല്പം ചെറുതേന ഒഴിച്ച് കുടിച്ച് നോക്കൂ, വണ്ണം പിടിച്ച് കെട്ടിയ മാതിരി നിൽക്കും. അതുപോലെ തന്നെയാണ് പുകവലിക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിക്കോട്ടിൻ്റെ അംശം മുഴുവൻ ശരീരത്തിൽ നിന്ന് പോകും. ഇത് എൻ്റെ വീട്ടിൽ ഒരുപാടുണ്ട്. ഇതാരും നട്ടതല്ല, ഇതിങ്ങനെ തന്നെ മുളച്ച് വരുന്നതാണ്. പക്ഷേ ഞാൻ ഒന്നും പറിച്ച് കളയുന്നില്ല. എല്ലാം ഓരോ ദിവസം, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് ഞാൻ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഗുണങ്ങൾ കൊണ്ടാണ്. ഇത് എവിടെയുണ്ട് കുറേ. ഇത് പൈൽസിന് കൺകണ്ട ഔഷധമാണ് കേട്ടോ. അത്ര വളരെ നല്ലതാണ് പൈൽസിന്. ഇതൊക്കെ ചിലർ പറയുന്നുണ്ട്, ഇത് നമ്മുടെ പൈൽസുള്ള ഭാഗത്ത് ഒന്ന് ഈ ഇല കൊണ്ട് ഉരസി കഴിഞ്ഞാൽ പൈൽസ് എങ്ങനെ പോയി എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അതിന് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നവർ മാത്രമേ ചെയ്യാവൂ. ചെയ്തിട്ട് തന്നെ ചൊറിയുന്നതെന്നും പറഞ്ഞ് കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. നല്ല ചൊറിച്ചിലുണ്ടാവും, പക്ഷേ ഈ പൈൽസ് അങ്ങോട്ട് പോകും എന്നുള്ളതാണ് സത്യം. നമുക്ക് പൈൽസൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. വണ്ണം കുറയാൻ മാത്രമല്ല, ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരുപാട് പോഷക മൂല്യങ്ങളുണ്ട്. ഇതിപ്പോൾ പുകവലിക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനോ, അല്ലെങ്കിൽ അതുപോലെ പൈൽസ് മാറാനോ ഇത് മാത്രമല്ല, ഇതിൽ അനേക ഗുണങ്ങളുണ്ട്. നമ്മളത് തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് പറിച്ച് കളയരുത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലിതില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു തണ്ട് പറിച്ചുകൊണ്ട് വീട്ടിൽ നടുക. പിന്നെ ഇത് നിറയെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് പറിച്ച് കളയുക. അതിൻ്റെ ഗുണം അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറിച്ച് കളയുന്നത്. ഈ വഴിയിലും അല്ലെങ്കിൽ വേലിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇത് കാട്ടുചെടിയാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. നിങ്ങളിത് യൂട്യൂബിലൊന്ന് സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ. ഞാനിപ്പോൾ ഇത് മിനിങ്ങാന്ന് പറിച്ചതാണ്, കുറച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന്. ഇതിപ്പോൾ ഇനി നാളെയോ മറ്റന്നാളോ ഇത് കഴിക്കും. ഒന്നും കളയാനില്ല. ഇതിൻ്റെ ഒരുപാട് മൂത്ത ഇലകൾ, പഴുത്തു വന്ന ഇലകൾ ഇങ്ങനെ പിടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കൈക്ക് പുറത്ത് വന്നാലേ കുഴപ്പമുള്ളൂ. ഈ കൈയുടെ വെള്ളയിൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മറ്റേ ഈ വശത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റു ഭാഗങ്ങളിൽ തൊട്ടാലാണ് ഇത് ചൊറിയുന്നത്. ഇത് നമ്മൾ കറി വയ്ക്കാൻ എടുക്കുമ്പോൾ ചൊറിയാതിരിക്കാൻ ഒരു വിദ്യയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബക്കറ്റിലേക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നു. ഇതിൻ്റെ ഈ മുകളിലെ ഒരു 4 ഇല എടുക്കുന്നുള്ളൂ. അടിയിലേക്ക് ആകുമ്പോഴേക്കും അത് പോകും, കട്ടി കൂടും ഇലയ്ക്ക്. അപ്പോൾ അതിന് ടേസ്റ്റ് കുറയും. നല്ലതാണ്, ടേസ്റ്റ് കുറയും. അപ്പോൾ നമ്മൾ ഈ മുകളിലത്തെ മാത്രമേ ഇലകൾ കട്ട് ചെയ്ത് ബക്കറ്റിലേക്ക് ഇടുക. ആ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തവി കൊണ്ടോ എന്തുണ്ടെങ്കിലും 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. നന്നായിട്ടൊന്ന് കറക്കിയാൽ മതി 3 പ്രാവശ്യം. ആ കറക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ടെടുത്ത് ആ വെള്ളം പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൈ കൊണ്ടെടുത്ത് അരിഞ്ഞ് ഒന്നാന്തരം തോരനുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. ഈ സാധനം ദിവ്യം ഔഷധമാണ്, അത് മനസ്സിലാക്കി കഴിക്കാനും ശ്രമിക്കുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു ഫോർ വാച്ചിങ്.